ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് ആൻഡ് GST എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 4th മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് 4th മൊഡ്യൂളിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 6 എണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി വരുന്ന 4 എണ്ണം കൂടി നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. എന്താണ് ക്രെഡിറ്റ് നോട്ട്, എന്താണ് ഡെബിറ്റ് നോട്ട്. അതേപോലെ എക്സ്പ്ലെയിൻ GST റിട്ടേൺ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ GST പ്രാക്ടീഷണർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ എന്താണ് ഡെബിറ്റ് നോട്ട്? where a tax invoice has been issued for supply of any goods or service or both, and the taxable value or tax charged in the tax invoice is found to be less than the taxable value or tax payable in respect of such supply, the registered person who has supplied the goods or service shall issue a debit note to the recipient containing the prescribed particular. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, ആരാണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? സപ്ലയർ റിസിപ്പിയൻറ്റിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ എന്ത് കൊണ്ടാണ് അങ്ങനെ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്തു. അപ്പോൾ സപ്ലൈ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് അതിൻ്റെ ടാക്സബിൾ വാല്യൂ എന്നുള്ളത് കുറച്ചിട്ടാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഗുഡ്സ് സപ്ലൈ ചെയ്തപ്പോൾ 15,000 ആണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ 15,000ൻ്റെ ഒരു ടാക്സ് ഇൻവോയ്സ് സപ്ലയർ റിസിപ്പിയൻറ്റിന് കൊടുത്തതിന് ശേഷമാണ് മനസ്സിലായത് അതിൻ്റെ വാല്യൂ 15,000 അല്ല, എത്ര 20,000 ആണെന്ന്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 വാല്യൂ കുറച്ച് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടാക്സ് ഇൻവോയ്സ് സപ്ലയർ റിസിപ്പിയൻറ്റിന് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഇനി 5,000ൻ്റെ വാല്യൂ കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, റിസിപ്പിയൻറ്റിൽ നിന്ന് കിട്ടാണ്ടാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് സപ്ലയർ എന്ത് ചെയ്യുന്നു, ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. ആർക്ക്? റിസിപ്പിയൻറ്റിന് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. where a tax invoice has been issued for supply of goods or service or both and the taxable value, അല്ലേ? അപ്പോൾ ടാക്സബിൾ വാല്യൂ എന്താവാം, അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തത് ഇൻവോയ്സിൽ ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തതോ ഈസ് ഫൗണ്ട് ടു ലെസ് ദാൻ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് പേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സപ്ലൈ. ആ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ശരിക്കുള്ള ടാക്സ് വാല്യൂ അല്ലെങ്കിൽ ടാക്സ് റേറ്റിനേക്കാൾ കുറവായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഇൻവോയ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനിൽ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് സപ്ലൈഡ് ദ ഗുഡ്സ്, രജിസ്റ്റേർഡ് പേഴ്സണ് ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ഇഷ്യൂ എ ഡെബിറ്റ് നോട്ട് ടു റിസിപ്പിയൻറ്റ്, അല്ലേ? അപ്പോൾ റിസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇനി ഒരു 5,000 കൂടി കിട്ടാണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു നോട്ടാണ് ഇത് ഡെബിറ്റ് നോട്ട് എന്നുള്ളത്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് നോക്കാം. where a tax invoice has been issued for supply of any goods or service or both, credit note shall be issued by registered person who supplied goods or service under the following circumstances. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജഡ് ഇൻ ദി ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സിൽ ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തത് ഈസ് ഫൗണ്ട് ടു എക്സീഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് പേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സപ്ലൈ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ടാക്സബിൾ സപ്ലൈൻ്റെ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് പേബിൾ ടാക്സ് എത്രയാണോ അടക്കേണ്ടത് അതിനേക്കാൾ കൂടുതലാണ് ടാക്സ് ഇൻവോയ്സിൽ ഇഷ്യൂ ചെയ്തത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 30,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്തപ്പോൾ 30,000 രൂപേൻ്റെ ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഈ ശരിക്കും ആ സപ്ലൈൻ്റെ വാല്യൂ എന്നുള്ളത് എത്രയാണ്, 25,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും ആ സപ്ലൈൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ എവിടെ, ടാക്സ് ഇൻവോയ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഇൻവോയ്സിൽ 5,000 കൂടുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ
റെസിപ്പിയൻറ്റിന് അങ്ങോട്ട് കാശ് കൊടുക്കാനാണ് അല്ലേ. ശരിക്കുള്ള വാല്യൂ എത്രയാണ് 25,000, പക്ഷേ റെസിപ്പിയൻറ്റിന് എത്ര മേടിച്ചിട്ടുണ്ട് 30,000 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് 5,000 അങ്ങോട്ട് കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇഷ്യൂ ചെയ്യുന്ന നോട്ടാണിത് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഈ ഇ-വേ ബില്ല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് GSTയിൽ. ഇ-വേ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടർ ആവും. ഓക്കെ, വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നമ്മൾ ഗുഡ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഗുഡ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആണ്. GST പോർട്ടലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സാധാരണ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 രൂപയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇ-വേ ബില്ല് അത് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിലും ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിലൊക്കെ ഇ-വേ ബില്ല് നിർബന്ധമാണ്. അപ്പോൾ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ ഗുഡ്സിൻ്റെ വാല്യൂ 50,000 രൂപയുടെ 50,000-നേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ GST പോർട്ടലിൽ പോയിട്ട് ഒരു ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ GST റിട്ടേൺ അണ്ടർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. GST റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്രയാണ് ടാക്സ് അടക്കേണ്ടത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൂടി ഫർണിഷ് ചെയ്യുന്നതാണ് ഇത് റിട്ടേൺ. റിട്ടേൺ ഈസ് സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ്ഡ് ബൈ ദി ടാക്സ് പെയർ. ആരാണ് ടാക്സ് പെയർ ഒരു ഫർണിഷ് ചെയ്യുന്ന ഒരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റിട്ടേൺ. അത് ആർക്കാണ് ഈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത്? ടാക്സ് അഡ്മിനിസ്ട്രേറ്ററിന്. അപ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാകും? കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് നാച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ടാക്സബിൾ ടേൺ ഓവർ, ടാക്സ് പേയബിൾ എക്സെട്ര ഫോർ എ ഗിവൺ പീരീഡ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിലുള്ള ടാക്സ് പേയബിൾ, ടാക്സ് ടേൺ ഓവർ, ടാക്സബിൾ ടേൺ ഓവർ, ബിസിനസ് ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടാക്സ് പെയർ ടാക്സ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഫർണിഷ് ചെയ്യും. അതിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഫയലിംഗ് ഓഫ് റിട്ടേൺ ഈസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു ഇൻ ഡിറ്റർമൈനിങ് ദി എസ്റ്റിമേറ്റഡ് ടാക്സ് കളക്ഷൻ ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ഗവൺമെൻറ്റിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത് ഈ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോഴാണ് എത്രയാണ് ടാക്സിബിൾ ടേൺ ഓവർ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ലാബിലിറ്റി എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ടു ടാക്സ് അഡ്മിനിസ്ട്രേറ്റർ, പ്രൊവൈഡിങ് നെസസറി ഇൻപുട്ട് ഫോർ ടേക്കിംഗ് പോളിസി ഡിസിഷൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് റിട്ടേൺ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് GSTR1 റിട്ടേൺ ഫർണിഷൻ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വാർഡ് സപ്ലൈ. അപ്പോൾ ഔട്ട്വാർഡ് സപ്ലൈൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫർണിഷ് ചെയ്യുന്ന റിട്ടേൺ ആണ് ഇത് GSTR1. ഇനി ആരൊക്കെയാണ് ഈ GSTR1 ഫർണിഷ് ചെയ്യേണ്ടത്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻക്ലൂഡിങ് കാഷ്വൽ രജിസ്റ്റേർഡ് പേഴ്സൺ എക്സെപ്റ്റ് ഇവർ, അതായത് ISC ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, NRTP. അപ്പോൾ ഇവർ GSTR1 ഫർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആര്? ഈ 5 പേര്. ഓക്കെ, ബാക്കി എല്ലാ ആൾക്കാരും GSTR1ൽ എന്താ ഉണ്ടാവുക? ഔട്ട്വാർഡ് സപ്ലൈൻ്റെ ഡീറ്റെയിൽസ്. ഇനി GSTR2ൽ എന്താ ഉണ്ടാവുക? ഇൻവാർഡ് സപ്ലൈൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇൻവാർഡ് സപ്ലൈ ഇൻ റിലേഷൻ ടു പേഴ്സൺ മീൻസ് റിസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അപ്പോൾ ഗുഡ്സ് റിസീവ് ചെയ്തതിനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിട്ടുള്ള അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്യുന്ന റിട്ടേൺ ആണ് GSTR2. ഓക്കെ, അപ്പോൾ അത് ആരാണ് GSTR2 റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എക്സെപ്റ്റ് എവരി രജിസ്റ്റേർഡ് പേഴ്സൺ എക്സെപ്റ്റ് നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? ഈ GSTR2 എന്ത് ചെയ്യണം? ഫർണിഷ് ചെയ്യണം. നെക്സ്റ്റ് GSTR3 ആരാണ്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ISD ഓർ NRTP ഓർ കോമ്പോസിഷൻ സ്കീം ഓർ TDS TCS. നേരത്തെ പറഞ്ഞ 5 പേരില്ലേ, അവരൊഴികെ എവരി കലണ്ടർ മന്ത്സ് ഫർണിഷ് ഫോം GSTR3 വിത്തിൻ 20th ഓഫ് ദി ഫോളോയിങ് മന്ത്. അല്ലേ, ആ ഒരു മാസം കഴിഞ്ഞ് പിറ്റത്തെ മാസം 20ന് മുമ്പായിട്ട് GSTR3 എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിലെന്താ ഉണ്ടാവുക? ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും, ഇൻപുട്ട് ക്രെഡിറ്റ് അവൈൽ ചെയ്തുണ്ടാവും, ടാക്സ് പേയബിൾ, ടാക്സ് പെയ്ഡ് എത്രയാണെന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ GSTR3 ദെൻ GSTR4 ആരാണ്? രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം പ്രകാരം ടാക്സ് പേ ചെയ്യുന്നത് അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ ആണ് എന്ത് ചെയ്യേണ്ടത്? GSTR4 റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത് ക്വാർട്ടർലി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
18th month of the following respective quarter. ഒരു ക്വാർട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം ആ ക്വാർട്ടർ കഴിഞ്ഞ് പിറ്റത്തെ മാസം തന്നെ 18-ാം തീയതിക്ക് മുമ്പായിട്ട് റിട്ടേൺ ഫർണിഷ് ചെയ്യണം. GSTR 5 ആരാണ്? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ ഷാൾ ഫോർ എവറി മന്ത് അല്ലേ എവറി കലണ്ടർ മന്ത് പാർട്ട് ദെയർ ഓഫ് ഫർണിഷ് റിട്ടേൺ ഫോം GSTR 5 ഇലക്ട്രോണിക്കലി വിത്തിൻ 20 days ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി കലണ്ടർ മന്ത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTR 5 ഫർണിഷ് ചെയ്യേണ്ടത് നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ ആണ്. ആ ഒരു മാസം കഴിഞ്ഞ് 20 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? റിട്ടേൺ ഫർണിഷ് ചെയ്യണം. GSTR 6 ആരാണ്? GSTR 6 ഫർണിഷ് ചെയ്യേണ്ടത് എവറി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഷാൾ ഫർണിഷ് ഇലക്ട്രോണിക്കലി അല്ലേ മന്ത്ലി റിട്ടേൺ ആണ് 13-ാം തീയതിക്ക് മുമ്പായിട്ട് റിട്ടേൺ, അടുത്ത മാസം 15-ാം തീയതിക്ക് വെച്ചാൽ ഈ മാസം റിട്ടേൺ അടുത്ത മാസം 13-ാം തീയതിക്ക് മുമ്പായിട്ട് ഫർണിഷ് ചെയ്യണം. അപ്പോൾ GSTR 6 ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറാണ്. GSTR 7 എവറി രജിസ്റ്റേർഡ് പേഴ്സൺ റിക്വയർഡ് ടു TDS ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് പ്രകാരം ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഈ GSTR 7 വഴിയാണ് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു 7 റിട്ടേൺ പറഞ്ഞു. ഇനിയും ഒരുപാട് റിട്ടേൺ ഉണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മളൊന്നും കടക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ ആൻഡ് ഫൈനൽ റിട്ടേൺ. എന്താണ് ഫസ്റ്റ് റിട്ടേൺ? ഫസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു മെയ്ഡ് ഔട്ട്വാർഡ് സപ്ലൈ ഇൻ ദ പീരീഡ് ബിറ്റ്വീൻ ദി ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കം ലാബിൾ ഫോർ രജിസ്ട്രേഷൻ ടിൽ ദ ഡേറ്റ് ഇൻ വിച്ച് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ഷാൾ ഡിക്ലെയർ ദ സെയിം ഇൻ ദി ഫസ്റ്റ് റിട്ടേൺ ഫർണിഷ്ഡ് ബൈ ഹിം ആഫ്റ്റർ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ ഒരു വ്യക്തി രജിസ്ട്രേഷന് ലാബിളാവുക എപ്പോഴാണ്? ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷന് ലാബിളാകും. അവിടുന്ന് നമ്മൾ 30 ദിവസത്തിനുള്ളിൽ എന്താണ്? രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം. രജിസ്ട്രേഷന് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ കിട്ടും അല്ലേ. അപ്പോൾ ലാബിളായിട്ടുള്ള അന്ന് മുതൽ രജിസ്ട്രേഷൻ കിട്ടുന്ന കാലാവധി വരെയുള്ള ആ ഒരു കാലാവധി അല്ലേ ആ ഒരു പീരീഡ് വരെയുള്ള റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ ആരാ ഫർണിഷ് ചെയ്യുന്നത്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ CTP, NRTP, ISD, TDS, TCS ഇവരൊഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ ഫർണിഷ് ചെയ്യണം. ഷാൾ ഫർണിഷ് ആനുവൽ റിട്ടേൺ ഇൻ ഫോം GSTR 9 ഫോർ എവരി ഫിനാൻഷ്യൽ ഇയർ ഇലക്ട്രോണിക്കലി ഓൺ ഓർ ബിഫോർ 31st December ഓർ ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, അടുത്ത നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 31st December മുമ്പായിട്ട് ആനുവൽ റിട്ടേൺ എന്ത് ചെയ്യണം? ഫർണിഷ് ചെയ്യണം. ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് മന്ത്ലി ആണ്. ഈ മന്ത്ലി റിട്ടേണിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോമാണ് ആനുവൽ റിട്ടേൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ ഫർണിഷ് ചെയ്യണം. നെക്സ്റ്റ് ഫൈനൽ റിട്ടേൺ. ഫൈനൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന റിട്ടേൺ ആണ്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 39 subsection 1 ആൻഡ് ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ്. അപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ആ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യണം? ഫൈനൽ റിട്ടേൺ ഫർണിഷ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഫർണിഷ് ചെയ്യുന്ന റിട്ടേൺ ആണ് ഫൈനൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ GSTP. GSTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റിട്ടേൺ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GST പ്രാക്ടീഷണർ എന്നൊക്കെ പറയും. A registered person may authorize an approved GST practitioner to furnish information on his behalf to the government. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സണിന് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് ഈ സപ്ലൈ, ഔട്ട്വാർഡ് സപ്ലൈ, ഇൻവാർഡ് സപ്ലൈ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് പകരമായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അയാളാണ് എന്ത് പറയുന്നത്? GST പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ആൻ ഓതറൈസ്ഡ് പേഴ്സൺ അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ബിഹാഫിൽ മറ്റൊരാളെ, ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരാളെന്ത് ചെയ്യുന്നു? ഓതറൈസ് ചെയ്യുന്നു. അതിനെയാണ് ആ വ്യക്തിയാണെന്ന് പറയുന്നത് GSTP എന്ന് പറയുന്നത്. അപ്പോൾ GSTP ഒരു പ്രാക്ടീഷണർ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് എലിജിബിലിറ്റി ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആവണം, പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ് ആവണം, നോട്ട് അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻറ്റ്, നോട്ട് ബീൻ convicted by any competent court, satisfy any of the condition. കുറച്ച് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. റിട്ടയറിങ് ഓഫീസർ ആവണം അല്ലേ, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറിൻ്റെ താഴെ അതിൽ കുറവല്ലാത്ത ഒരു ഗ്രൂപ്പ് ബിയിലുള്ള
ഒരു ക്വാളിഫിക്കേഷൻ 2 വർഷമെങ്കിലും അയാൾ എന്ത് ചെയ്യണം ക്യാരി ചെയ്യണം എന്ന് വെച്ചാൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസർ, അതേപോലെ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നവർ, മുന്നത്തെ ടാക്സ് ലോ ഉണ്ടാവുമല്ലോ GST വരുന്നതിന് മുമ്പുള്ള നിയമത്തിൽ ആ ഒരു നിയമപ്രകാരം ഇൻഡയറക്റ്റ് പ്രാക്ടീഷണറായിട്ട് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, പിന്നെ CA CS CMA അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് അല്ല അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ, പിന്നെ ഈ കൊമേഴ്സ് ലോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഗ്രാജുവേറ്റോ PGയോ ഒക്കെ ഉള്ളവർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കാണ് എന്ത് ചെയ്യാനുള്ളത് GSTP ആവാൻ പറ്റുള്ളൂ. GSTP എന്താണ് ചെയ്യുന്നത്? എല്ലാ ഇൻവാർഡ് ഔട്ട്വാർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുന്നു, മന്ത്ലി ആൻഡ് ആനുവൽ ക്വാർട്ടർലി റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നു, പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പിന്നെ റീഫണ്ട് ഓഫ് ക്ലെയിമിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് GSTP ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയും ഇതിൽ കുറച്ച് ചെറിയ ചെറിയ ഏരിയാസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതാണ് നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം നോർമൽ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വേണ്ടിയവർ ആ വീഡിയോ കാണാം. ഇത് നമ്മൾ എന്താണ് ജസ്റ്റ് ക്വിക്ക് റിവിഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നു, അതിൻ്റെ ഈ ആൻസേഴ്സ് സ്പീഡായിട്ട് എന്ത് ചെയ്യണം പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽസ് ക്ലാസ് വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ടോപ്പിക്.